മറ്റൊരു തമാശ നമ്മളുടെ ലോകത്തിൽ നമ്മൾ തിരിച്ചിനി ഇസ്രായേലിൽ നിന്നും ഗാസയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരിക. ഇവിടെ ചില തമാശകൾ നടക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, ഒരു 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു 65-കാരനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിൻ്റെ വാർത്ത വന്നപ്പോൾ ആളുടെ പേര് മമ്മദ് എന്നാണ്. എന്താണ് പേര്? മമ്മദ്. എൻ്റെ പൂച്ചയ്ക്ക് പണ്ട് മമ്മദ് എന്നായിരുന്നു കേട്ടോ പേര്. അതേപോലെ ഞാൻ നമ്മളെ വീഡിയോയിലൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മമ്മദ്. എനിക്കെതിരെയുള്ള കേസിൽ പോലും എൻ്റെ ഓർമ്മ ആ സാധനം ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ള കേസിൽ പോലും അവർ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്നുവെച്ചാൽ ഞാൻ ഇതേപോലെ തെറ്റായിട്ട് പേര് ഉപയോഗിക്കുന്നു, മമ്മദ് എന്ന് ഞാൻ മുഹമ്മദ് നബിയെ വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ മമ്മദ്, ആലിക്കോയ എന്നൊക്കെ പറഞ്ഞ് പല പേരുകൾ, മാമുക്കോയ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ പേരുകളാണ്. ഈ പേരുകൾ നമ്മുടെ നാട്ടിലുണ്ട്, പണ്ടേ ഉണ്ട്. അതിൽ മലയാളീകരിച്ചിട്ട് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു രീതിയാണ്. ഇത് നമ്മളുടെ മലയാളികൾ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഈ 65 വയസ്സുകാരൻ്റെ പേര് മമ്മദ് എന്നാവുമ്പോൾ ആ മമ്മദ് എന്നുള്ള പേര് വാർത്തയിൽ കൊടുക്കാൻ വയ്യ. ഇതിലൊരു തമാശ, ഈ വാർത്ത വന്നപ്പോൾ അതിൻ്റെ താഴെ ഒരു വിശ്വാസിയായിട്ടുള്ളൊരു കമൻറ്റ്, ഒരു ചങ്ങാതിയുടെ കമൻറ്റ് എവിടെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ വാർത്ത കൊടുത്തു, ഇനി നിങ്ങൾക്ക് ലൈക്ക് കിട്ടും, ഷെയർ കിട്ടും എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഈ പീഡന വാർത്ത കേട്ടിട്ട് ആൾക്ക് അതൊന്നുമല്ല പ്രശ്നം. ആളുടെ പ്രശ്നം ഈ പറയുന്ന പീഡന വീരൻ്റെ പേര് മമ്മദ് എന്നായി പോയതാണ്. ഇതാണ് തമാശ. ഇനി ആ തമാശ അത് ചെറുതല്ല. ഇവിടെ മീഡിയ വൺ അത് വാർത്തയാക്കിയപ്പോൾ അവർ മമ്മദ് എന്നുള്ള പേര് കമ്മദ് എന്നാക്കി. എന്നുവെച്ചാൽ ആ പേരിടാൻ അവർക്ക് പറ്റുന്നില്ല. ഇതാണ് നമ്മളിവിടെ കണ്ടത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോൾ എൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ മുഴുവൻ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് മുഹമ്മദ് എന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എഴുതി വരുമ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ മുഹമ്മദിനെ തൽക്കാലം ഒഴിവാക്കിയതാണ്. പിന്നെ ഞാൻ ആലോചിച്ചു, ആ മുഹമ്മദ് മതിയായിരുന്നു എന്ന്. കാരണം ഈ ഹാർപ്പിക്ക എന്നൊക്കെ വിളിച്ച് ഇവർ തെറി വിളിക്കുമ്പോൾ ആ കൂടെ ഒരു മുഹമ്മദും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു അവസ്ഥ എന്ത് സുഖമായിരുന്നേനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളുടെ ആരിഫ് മുഹമ്മദ് ഖാൻ, നമ്മളുടെ ഗവർണറായിട്ടുണ്ടായിരുന്ന ആൾ, പുള്ളിയുടെ പേരിൽ ഇവർ പേരെഴുതുന്ന സമയത്ത് ഒരിക്കലും മുഹമ്മദ് എഴുതാറില്ല. ശ്രദ്ധിച്ചുകൊണ്ടോന്നറിയില്ല, പലപ്പോഴും അത് വിഴുങ്ങും. അറിയാതെ എങ്ങനെ എഴുതി പോയാലേ ഉള്ളൂ. അവിടെ എപ്പോഴും അവർ ആരിഫ് ഖാൻ, ആരിഫ് എന്നൊക്കെയാണ് പറയാം. എന്ന് പറഞ്ഞ മാതിരി ഈ ഒരു പേര് മുഹമ്മദ് എന്ന് പറയുന്ന പേര്, അതിൻ്റെ ഏത് രൂപമായാലും ശരി, അത് ഇവർക്ക് വലിയ പ്രശ്നമാണ്. ഇതൊന്ന് പണ്ട് എഴുതിയെന്ന് പറഞ്ഞ പേരിലാണ് നമ്മുടെ ജോസഫ് മാഷ് കൈ വെട്ടിയത് പോലും. ഇതൊക്കെ ഇങ്ങനെ തിരിച്ച് ഇതേപോലെ കൊള്ളേണ്ടി വരുന്ന ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കും. ഈ ഉമ്മത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. പണ്ട് പണ്ട് ഒരു ചൊല്ല് പറയാറുണ്ട്, പണ്ടൊക്കെ പിന്നേക്ക് എന്നായിരുന്നു, ഇന്നൊക്കെ അപ്പപ്പ കൊടുക്കുന്നു എന്ന് പറയാറുള്ളത് മാതിരി ഇതൊക്കെ ഒരു കാലത്തിൻ്റെ നീതിയായിട്ടാണ് എനിക്കിത് കാണാൻ കഴിയുക. കാരണം ഒരു മുഹമ്മദ് എന്നുള്ള പേരിട്ടു എന്നതിൻ്റെ പേരിൽ ഇങ്ങനൊരു ഉദ്ദേശമേ ഇല്ലായിരുന്നിരിക്കെ അതിൻ്റെ പേരിൽ കാലും ഒക്കെ വെട്ടേണ്ട ഒരവസ്ഥ വരികയും ഒരാളെ ജീവച്ഛവാക്കുകയും അവരുടെ മകനെ ഉപദ്രവിക്കുന്നു, ഭാര്യയ്ക്ക് വലിയ ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥ, അങ്ങനെ പല വിഷമങ്ങളുണ്ടായതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഒരു ജോസഫ് മാഷിൻ്റെ വിഷയമാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരേ കാലത്ത്, ഒരേ സമയത്ത്, ഒരേ ഭാഷയിൽ. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന എന്താണ്, പീഡനവീരന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ പേര് മമ്മദ് എന്ന് വരികയും അത് അവർക്ക് തിരുത്തി കമ്മതാക്കി പബ്ലിഷ് ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ഈ പേരിനെയൊക്കെ ഇതേപോലെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ പേരിനെ പേരായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഏതായാലും നിങ്ങൾ പറയാറുണ്ട് ലോകത്ത് മുസ്ലിങ്ങൾ വളരുന്നു എന്നുള്ളത്. ശരിയാണ്, മുസ്ലിങ്ങൾ വളരുന്നു, പെറ്റുകൂട്ടുന്നുണ്ട്, പെരുകുന്നുണ്ട്, ഒക്കെ ശരിയാണ്. ഇതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ എടുക്കുക, എന്നിട്ട് ആ മുസ്ലിങ്ങൾ എത്ര പേരുണ്ടെന്നുള്ള പോട്ടെ. നമുക്കിപ്പോൾ ഈ കള്ളക്കടത്തിൻ്റെ കേസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ പിടുത്തമൊക്കെ വരുമ്പോൾ എല്ലാത്തിലും മിക്കവാറും കാക്കാമാർ തന്നെയാണ്, ഒക്കെ പോട്ടെ. ഒരു 10 പേരെ പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു 4-5 പേരുടെ പേരിലെങ്കിലും ഒരു മുഹമ്മദ് കാണും. ഇതാണ് അവസ്ഥ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഒരു ജയിലിൽ പോയിട്ട് നിങ്ങളൊരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര മുഹമ്മദ് ഉണ്ടാവും ജയിലിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ്. അപ്പോൾ സത്യത്തിൽ ഈ പറയുന്ന പണി, ഇത് പണ്ട് മുഹമ്മദ് നബി പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് ചെയ്താൽ മുഹമ്മദ് നബി ജയിലിൽ കിടക്കും, അത് വേറെ കാര്യം. ഇപ്പോൾ 6 വയസ്സുകാരിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പോക്സോ കേസാണ്. മുഹമ്മദ് നബി അവിടെ ഉണ്ടല്ല, ഇന്നിപ്പോൾ ബിരിയാണിയാണെന്നാണ് പറയുന്നത്, അത് തിന്ന് അവിടെ കിടക്കും. ഇതാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഒരുപാട് മുഹമ്മദ്മാർ ഇതുപോലെ പീഡനവീരന്മാരായിട്ടും അതുപോലെ ബലാത്സംഗികളായിട്ടും കൊള്ള നടത്തിയതായിട്ടും കലാപത്തിന് വഴിവെച്ചതായിട്ടും ഇവിടെ മയക്കുമരുന്ന് വേട്ടയിൽ പിടിച്ചും കള്ളക്കടത്ത് നടത്തിയിട്ടും എങ്ങനെ ഏതെല്ലാം വിധത്തിലുള്ള ക്രൈമുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഹമ്മദ്മാരാണെന്ന് ജയിലിലുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പേരിനെയൊക്കെ വെച്ചിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് തിരിച്ചും ഇങ്ങനെ കൊള്ളും എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇതൊരു തമാശ തോന്നിയുകൊണ്ട് ഞാനതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിലെ തമാശ വേറൊന്നും കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഗോവിന്ദചാമി പുറത്ത് ചാടി, അത് വലിയ വിഷയമായപ്പോൾ ജനം TV അവിടെ ഒരു വാർത്ത കൊടുത്ത സമയത്ത് അവർ ചാർലി തോമസ് പുറത്ത് ചാടി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇതാരപ്പ, നമ്മൾ ഗോവിന്ദചാമി പുറത്ത് ചാടിയതിനെ കുറിച്ചല്ലേ കേട്ടുള്ളൂ എന്ന് പറയുകയും
എന്നിട്ട് ഇത് വലിയ വാർത്തയാക്കിയ ടീമാണ് ഈ പറയുന്ന മീഡിയ വൺ എന്ന് പറയുന്നത്. എന്താണ് ജനം ടി വിയുടെ എന്താണ് വർഗീയത പുറത്തു ചാടി അവർ ഗോവിന്ദചാമി നിട്ടില്ല, ഗോവിന്ദൻ എന്ന് പറഞ്ഞ വേറെ ആളാണല്ലോ, പകരം അവർ ചാർലി തോമസ് നിട്ടു, അവരുടെ ക്രൈസ്തവ വിരുദ്ധത പുറത്തു ചാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വലിയ നമ്മളെ അടുപ്പുകൂട്ടി ചർച്ച വരെ നടക്കുകയായിരുന്നു. ആ സമയത്ത് ഇവർ വലിയ മതേതരവാദികളും ഇവർ വലിയ രാജ്യസ്നേഹികളും ഇവർ വലിയ വർഗീയ വിരുദ്ധരൊക്കെ ആയിട്ട് നിന്നിരുന്ന ആളുകൾ ഇന്നിപ്പോൾ സ്വന്തം പത്രത്തിൽ മമ്മദ് എന്ന് പേരടിച്ച് വിടേണ്ടി വന്നപ്പോൾ അവരത് മെല്ലെ മുക്കിയിട്ട് കമ്മദ് എന്നാക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഇപ്പോൾ സ്കോർ 1-1 എന്നായിട്ടുണ്ട്. അതായത് മീഡിയ വൺ 1, ജനം ടി വി 1, രണ്ടും നല്ല കട്ടയ്ക്ക് പോകുന്ന നല്ലൊരു അസൽ മത്സരമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഏതായാലും നമ്മൾ മമ്മദ് എന്നുള്ള പേര് ഇനി ഉപയോഗിക്കും. ഞാൻ ഇനി ഒരു പട്ടിയും കൂടി വളർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ പട്ടിക്കും പേര് ഞാൻ മമ്മദ് തന്നെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഈ പട്ടിയെ വളർത്തുന്ന കാര്യം ആലോചിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വളർത്തുന്നത്. അല്ലെങ്കിൽ എപ്പോൾ വളർത്തി നല്ല അസൽ കറുത്ത ഒരു പട്ടിയെ വളർത്തിയിട്ട് അതിന് നല്ല മമ്മദ് ഇടാ, മമ്മദ് എവിടെ വാടാ എന്ന് വിളിക്കുമ്പോൾ ഒരു സുഖം ഉണ്ട്. എൻ്റെ പൊന്ന് സാറേ, എന്തായിരിക്കും അതിൻ്റെ ഒരു സുഖം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ അതിന് പറ്റുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ അങ്ങനെ പട്ടിയൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വളർത്തുമ്പോൾ അതിൻ്റെ പേരൊന്ന് മമ്മദ് എന്നിടുക. ഞാൻ ഈ പൂച്ചയ്ക്ക് മമ്മദ് എന്നിട്ടിട്ട് രസമായിരുന്നു. അതിനെ കൊണ്ട് ഇതുപോലെ വെറ്റിനറി അവിടെയൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ പേര് എന്താണ് രോഗിയുടെ പേര് എന്ന് ചോദിക്കാം, മമ്മദോ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. ഇനി അത് എഴുതിയ വല്ല കയ്യും കാലും പോകുമെന്നാണ് അവർ നോക്കുന്നത്. ഞാൻ പറയും പേടിക്കണ്ട, ഈ കയ്യും കാലൊന്നും പോകില്ല, ധൈര്യമായിട്ട് എഴുതിക്കുമെന്ന് പറയും. ഇതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതൊരു പട്ടിക്കിട്ടിട്ട് നമ്മളൊരു ഇതേപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് എന്താ പട്ടിയുടെ പേര് മമ്മദ് എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്ന് ആലോചിക്കുക. അതൊരു ഒന്നൊന്നര സംഭവം തന്നെയായിരിക്കും. ഏതായാലും ഞാൻ എപ്പോഴെങ്കിലും അത് ചെയ്യും. ഇവിടെ നമ്മൾ താമസിക്കുന്നിടത്ത് അത് വളർത്താനുള്ള ചില ബുദ്ധിമുട്ടുകൾ, ഈ വേസ്റ്റ് ഡിസ്പോസലൊക്കെ വലിയ വിഷയമാണ്. അല്ലെങ്കിൽ ഒരു പട്ടി കൂടെങ്കിലും വളർത്തിയിട്ട് ഒരു പണിതിട്ട് ഞാൻ അതിനെ വളർത്തിയേനെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ അത് പൂവണിയും ആ ഒരു ആഗ്രഹം എന്നാണ് ഞാൻ പറയുന്നത്. നല്ല അസൽ കറുത്ത പട്ടീനെ തന്നെ എനിക്ക് കിട്ടണം. കാരണം കറുത്ത പട്ടി പിശാചാണെന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത്. കറുത്ത പട്ടിയെ തല്ലിക്കൊല്ലണമെന്നുമാണ് ഇസ്ലാം മതത്തിൽ മുഹമ്മദ് നബി പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കറുത്ത പട്ടിയെ തന്നെ നമ്മൾ വളർത്തിയിട്ട് ആ പട്ടിക്ക് നമ്മൾ മമ്മദ് എന്നും പേരിട്ടിട്ട് വിളിച്ച് അതിനെങ്ങനെ വിളിച്ച് ഇങ്ങനെ കൂടെ നിർത്തി വാലാട്ടി ഇങ്ങനെ നിർത്തുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം, അതാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ നടക്കും. ഏതായാലും നമ്മൾ സാധാരണ പറയാറുള്ള ഈ പച്ച കുത്തുന്നതിനെ കുറിച്ച് ഞാൻ പറയാറുണ്ടായിരുന്നല്ലോ. കാഫിർ ചത്ത് കിടക്കുമ്പോഴും നമ്മളുടെ ഇപ്പോൾ ഷിഹാബുദ്ദീൻ മേത്തറിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ നമ്മൾ ഓർത്തുണ്ടാവും. മരിച്ചു കിടക്കുമ്പോൾ മാത്രമാണ് ഷിഹാബുദ്ദീൻ മേത്തർ അവർക്ക് തോൽപ്പിക്കാൻ പറ്റിയത്. അതുവരേക്കും ആ ഷിഹാബുദ്ദീൻ മേത്തറുടെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പുള്ളി ഉന്നയിച്ചിരുന്ന ഒരു വിഷയം പോലും അവർക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ സംവാദത്തിലായാലും ചർച്ചകളിലായാലും എല്ലാത്തിലും മുന്നിൽ ഓടി ഒളിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അതേ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി അടക്കി. അതാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയേണ്ടത്, ഞാൻ അങ്ങനെ മരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മരിക്കുമല്ലോ, മനുഷ്യന്മാരല്ലേ. അങ്ങനെ മരിക്കും നമ്മളെ ശവം പോലെ ഇവർ തോപ്പിക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് നെഞ്ചത്ത് നമ്മൾ ഐ എം കാഫിർ എന്ന് നമ്മൾ പച്ച കുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു പുതിയ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അധികം വൈകാതെ അത് നമ്മൾ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വരും. അപ്പോൾ നെഞ്ചത്ത് തന്നെ ഉണ്ടാവും, അത് ഇവിടെ തന്നെ കാണും ഐ എം കാഫിർ. നിങ്ങൾ അങ്ങനെ കുളിപ്പിച്ച് കിടത്താൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഐ എം കാഫിർ നോക്കി പല്ലിളിച്ചിരിക്കുക എൻ്റെ പൊന്നണ്ണന്മാരെ എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു കളി നമ്മുടെ ശവത്തിൻ്റെ അടുത്ത് പോലും നടക്കില്ല. നമ്മളെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ കയ്യുമലും കാലുമലൊക്കെ ഞാനിപ്പോൾ പച്ച കുത്തിയാൽ നിങ്ങൾ അത് വെട്ടി മാറ്റും. കൈ വെട്ടി മാറ്റാമല്ലോ, നെഞ്ചെന്തായാലും നിങ്ങൾക്ക് വെട്ടി മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്കുള്ളൊരു പണി പിന്നാലെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിഷയം ഇതൊക്കെയായിരുന്നു. ചില തമാശകളും ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഈ പറയുന്ന വസ്തുതകൾ എവിടെയൊക്കെ കിട്ടുമോ അവിടെയൊക്കെ പോയി അന്വേഷിക്കുക. ഏറ്റവും മിനിമം നിങ്ങൾ ഈ ടൈംസ് ഓഫ് ഇസ്രായേലെങ്കിലും നിങ്ങൾ നോക്കുക. അതിൽ തന്നെ കാണാം കൗണ്ടറിങ് ആയിട്ടുള്ള അതിൻ്റെ ആസ്പെക്ട്സ് അതിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലാതെ മുഴുവനായിട്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ ആയതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി മാത്രം പറയുന്ന ഒരു വാർത്തയൊന്നും അല്ല അവിടെ കിട്ടുക. ഇസ്രായേലിനെ ചോദ്യം ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് അതേ പത്രത്തിൽ തന്നെ കിട്ടും. അതുപോലെ ഹാരറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു പത്രമുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു ഇടതുപക്ഷം തന്നെയാണ്. ഇസ്രായേലിനെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു പത്രമാണ്. അത് നിങ്ങൾക്ക് വായിക്കാം. അതൊക്കെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ചില ഐഡിയ കിട്ടാനോ അല്ലെങ്കിൽ ഒരു അന്വേഷണം ആരംഭിക്കാനുള്ള ഒരു ത്വര ഉണ്ടാകാനെങ്കിലും സാധിക്കും. മുഴുവനായിട്ട് അത് വിശ്വസിച്ച് വിഴുങ്ങി നടക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോവുക, അന്വേഷിക്കുക എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഇറങ്ങിത്തിരിക്കുക. ഓരോ രാജ്യത്തിനുണ്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പത്രങ്ങൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ആളുകൾ ജന്മഭൂമി മാത്രം വായിക്കുന്നു, അല്ലെങ്കിൽ പോട്ടെ ദേശാഭിമാനം മാത്രം വായിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ മീഡിയ വണ്ണിൽ ഇത് മാത്രം കാണുന്നു, അല്ലെങ്കിൽ മാധ്യമം മാത്രം വായിക്കുന്ന ഒരാളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയും. അപ്പോൾ നമ്മളെന്താ പറയുക, അങ്ങനെയല്ല. നിങ്ങൾ അവിടെ കുറച്ചും കൂടി എല്ലാത്തരം വ്യൂസും വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഹിന്ദു വായിക്കൂ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കൂ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ പ്രിൻ്റ് ആ ന്യൂസ് നിങ്ങൾ കാണൂ എന്ന് നമ്മൾ പറയും. അവിടെ ഒരു ഓപ്പോസിങ് വ്യൂ, അത് രണ്ടും കൂടിയാണ് അതിനകത്ത് വരുന്നത്. മറ്റേത് അങ്ങനെയല്ല. പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന്
എന്ന് പറഞ്ഞാൽ അതുപോലും ആപ്തവാക്യമാക്കി മാറ്റി അത് കടക്ക് പുറത്തു എന്നല്ലേ നമ്മൾ പറയേണ്ടത്. എന്താണ് പരനാറി എന്ന് വിളിച്ചപ്പോൾ അതിന് നല്ലൊരു അർത്ഥമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെയും വെളുപ്പിക്കാൻ വേണ്ടി നിന്നിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. എന്ന് പറഞ്ഞ മാതിരി ഈ പറഞ്ഞ സംഭവമല്ല ഈ പറയുന്ന പത്രങ്ങളിലുള്ളത്. എന്നാൽ അതേപോലെ പറയുന്ന ആളുകളും പത്രങ്ങളും അവിടെ ഉണ്ട്. അത് നോക്കണം എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. നിങ്ങളല്ലാതെയുള്ള വഴികൾ അവിടെ ഉണ്ട്, അത് നിങ്ങൾ കാണും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്രായേലിലുള്ള ഇതേപോലെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന പത്രങ്ങൾ നിങ്ങൾ കാണുക, വായിക്കുക. അതാണ് അതിൻ്റെ സോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായ മറ്റ് വഴികളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഇതാണ് അതിൻ്റെ സോഴ്സ്. ഇതൊന്നും കാണാതെ പിൻവലിച്ച വാർത്ത പോലും പിന്നെയും ഉന്നയിച്ചുകൊണ്ട് അതാണ് വസ്തുത എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ആളെ പറ്റിക്കാൻ ഈ പറയുന്ന പണിക്ക് നമ്മളെ കിട്ടില്ല. അത് നിങ്ങൾ വേറെ വല്ലയിടത്തും ചെയ്താൽ മതി എന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.